നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. കുങ്കോളമിൽ വ്യാജ വിസ്കി നിർമ്മാണം പിടികൂടി. കുങ്കോളം IDCയിൽ അനധികൃതമായി 3957 ലിറ്റർ വിദേശ മദ്യം നിർമ്മിച്ച കേസിൽ രമേശ് കുമാർ പ്രജാപത് അടക്കം 5 പേർക്കെതിരെ കുങ്കോളം പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഏകദേശം 57.15 ലക്ഷം രൂപ വിലമതിക്കുന്ന മദ്യമാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചത്. അധികൃതരുടെ അനുമതിയില്ലാതെ വ്യാജമായി നിർമ്മിച്ച ഈ മദ്യം ട്രക്കുകളിലാക്കി വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് കണ്ടെത്തിയത്. ഉൽപ്പാദിപ്പിച്ച മദ്യം മനുഷ്യ ശരീരത്തിന് ഹാനികരമാണെന്നും ആവശ്യമായ നികുതികളോ അനുമതികളോ നേടിയിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. നിയമവിരുദ്ധമായി വിദേശ മദ്യം നിർമ്മിച്ചതിന് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തെന്നും കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. തൊഴിൽ തട്ടിപ്പ്. BJP സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവിന്റെ രൂക്ഷ വിമർശനം. ഗോവയിലെ തൊഴിൽ തട്ടിപ്പ് കേസിൽ പ്രതിയായ പൂജ നായിക്കിനെതിരെയും BJP സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് യൂറി അലൈമാവോ രംഗത്തെത്തി. സർക്കാരിനെ ബധിരരും മൂകരുമാണെന്ന് വിശേഷിപ്പിച്ച അലൈമാവോ കേസിൽ ഉടനടി ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടു. കേസിൽ പേര് പരാമർശിക്കപ്പെട്ട മന്ത്രിമാർ ഉടൻ രാജിവെക്കണമെന്നും മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് വെറും ആരോപണങ്ങളോ സാമ്പത്തിക വിഷയങ്ങളോ മാത്രമല്ലെന്നും മറിച്ച് ഗോവയിലെ യുവജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും കോൺഗ്രസ് നേതാവ് കൂട്ടിച്ചേർത്തു. മാന്ത്രം പദ്ധതികൾക്ക് തുടക്കം. മാന്ത്രം MLA ജിത്ത് അരോൾക്കർ ഡിസംബർ 13 ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 17 പദ്ധതികൾ ഒരു ദിവസം തുടങ്ങും. റോഡ് മെച്ചപ്പെടുത്തൽ, വെള്ള വിതരണം, ഡ്രെയിനേജ് എന്നിവയാണ് പ്രധാനം. ആരമ്പോൾ, മോർജിം, ടുവേം, വെർണോഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ റോഡ് വീതി കൂട്ടൽ, അസ്ഫാൾട്ടിംഗ്, പൈപ്പ് മാറ്റൽ എന്നിവ നടക്കും. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വരുന്നതിന് മുമ്പ് പൂർത്തിയാക്കി പ്രദേശവാസികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. വിവാന്ത ഗോവയിൽ ക്രിസ്മസ് കേക്ക് മിക്സിംഗ്. പനജിയിലെ വിവാന്ത ഗോവയിൽ ക്രിസ്മസിന് മുന്നോടിയായി കേക്ക് മിക്സിംഗ് ചടങ്ങ് നടന്നു. ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, സ്പൈസസ് എന്നിവ മദ്യത്തിൽ കലർത്തി സന്തോഷവും സംഗീതവും നിറഞ്ഞൊരു വൈകുന്നേരവുമായിരുന്നു. ഭക്ഷണവും ആഘോഷവും പങ്കുവയ്ക്കുന്ന സീസണാണ് ഇതെന്ന് ജനറൽ മാനേജർ സൗവിക് ഭട്ടാചാര്യ പറഞ്ഞു. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകൾ തിരിച്ചെടുക്കാൻ ക്യാമ്പുകൾ. SLBC ഗോവ നവംബർ 12 നോർത്ത് സൗത്ത് ഗോവയിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. മഡ്ഗാവിൽ രാവിലെ 11, പനാജിയിൽ ഉച്ചയ്ക്ക് 3 ബാങ്ക് ഡെപ്പോസിറ്റ്, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ അൺക്ലെയിംഡ് ആസ്തികൾ തിരിച്ചെടുക്കാനാണിത്. ആധാർ, പാൻ, ഫോട്ടോ എന്നിവ കൊണ്ടുവരണം. 10 വർഷം പ്രവർത്തനമില്ലാത്ത അക്കൗണ്ടുകൾ ആണ് അൺക്ലെയിംഡ് അക്കൗണ്ടുകൾ. ഡൽഹി സ്ഫോടനത്തിൽ സഭ അനുശോചനം രേഖപ്പെടുത്തി. ഡൽഹി റെഡ് ഫോർട്ടിന് സമീപമുള്ള കാർ സ്ഫോടനത്തിൽ CBCI ദുഃഖം പ്രകടിപ്പിച്ചു. നിരപരാധികളുടെ മരണവും പരിക്കും കുടുംബങ്ങൾക്ക് അനുശോചനവും രേഖപ്പെടുത്തി. സുരക്ഷയ്ക്കായി ജാഗ്രത പാലിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. സംശയമുള്ള കാര്യങ്ങൾ പോലീസിനെ അറിയിക്കണമെന്നും സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു. മാജിക് കാർ പദ്ധതിക്കെതിരെ വിമർശനം. ഗോവയിൽ എതിർപ്പ് ഫാഷനായെന്ന് മന്ത്രി. PWD മന്ത്രി ദിഗംബർ കാമത്ത് മാജിക് കാർ പദ്ധതിയെ പ്രതിരോധിച്ചു. ഗോവയിൽ എല്ലാ പദ്ധതികൾക്കും എതിർപ്പ് ഫാഷനായെന്ന് കാമത്ത് പറഞ്ഞു. IITകളും NITകളും പോലുള്ളവയും എതിർത്തിരുന്നതായും ഇത് സാധാരണക്കാർക്ക് ഗുണകരമാണെന്നും ഏജന്റുമാരെ ഒഴിവാക്കുകയും ഔദ്യോഗിക ഫോമുകൾ മാത്രം ഉപയോഗിക്കുകയും വേണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. PWD ജോലി തട്ടിപ്പ്. മുഖ്യമന്ത്രിക്ക് മാത്രമേ നടപടിയെടുക്കാൻ അധികാരമുള്ളൂ. PWD ജോബ് സ്കാമിൽ എഞ്ചിനീയർ പ്രതിയായി. തനിക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ അധികാരമില്ലെന്നും മുഖ്യമന്ത്രി മാത്രമേ നിർദ്ദേശങ്ങൾ നൽകൂ എന്നും കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിന് ശേഷം മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമെന്നും മന്ത്രി കാമത്ത് പറഞ്ഞു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.